നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. സാധാരണ വിമാനയാത്രയിൽ യാത്രക്കാർ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അവർക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങളുടെ ഭാരപരിധിയെക്കുറിച്ചുള്ള കാര്യം തന്നെയാണ്. ഇത്തരത്തിൽ ഒരുപാട് സാധനങ്ങൾ കൊണ്ടുപോകാൻ ആഗ്രഹിച്ചാലും അവിടുത്തെ ഭാരപരിധി കൊണ്ട് പല സാധനങ്ങളും മാറ്റിവെക്കുന്ന ശീലമൊക്കെ പലപ്പോഴും മലയാളികൾക്ക് ഉണ്ടാകാറുണ്ട്. എന്നാൽ അങ്ങനെയുള്ളവർക്ക് ഏറെ ആശ്വാസകരമാകുന്ന, അതായത് ഈ ഭാരപരിധി അത് മാറുന്നു എന്ന തരത്തിലൊരു റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വരികയാണ്. അതായത് ഇന്ത്യയിലേക്കുള്ള യാത്രക്കാർക്കാണ് ഏറെ ആശ്വാസകരമായിട്ടുള്ള ഈ റിപ്പോർട്ട് പുറത്തു വരുന്നത്. എയർ ഇന്ത്യയാണ് ഇത്തരത്തിലൊരു ഓഫർ കൊണ്ടുവന്നിരിക്കുന്നത്. അധിക ബാഗേജ് ഓഫർ കൊണ്ടുവന്നിരിക്കുകയാണ്. ഒമാനിൽ നിന്ന് കേരളത്തിലേക്ക് അടക്കമുള്ള യാത്രക്കാർക്ക് ആശ്വാസകരമാകുന്ന ഓഫറാണ് എയർ ഇന്ത്യ കൊണ്ടുവന്നിരിക്കുന്നത്. 5 കിലോ അധിക ബാഗേജിന് 6 റിയാലും 10 കിലോയ്ക്ക് 12 റിയാലും നൽകിയാൽ മതി എന്നാണ് എയർ ഇന്ത്യയുടെ പുതിയ അറിയിപ്പ്. നേരത്തെ ഇത് 5 കിലോ അധിക ബാഗേജിന് 25 റിയാലും 10 കിലോയ്ക്ക് 50 റിയാലും നൽകേണ്ടുന്ന രീതിയിൽ നടപ്പിലാക്കിയിരുന്നു. ഒക്ടോബർ 25 വരെ ടിക്കറ്റുകൾ ബുക്ക് ചെയ്തുന്നവർക്ക് ഈ ബാഗേജ് നിരക്ക് ഓഫർ ലഭ്യമാണ് എന്നാണ് വിവരം. പക്ഷേ ഇന്ത്യയിൽ നിന്ന് ഒമാനിലേക്കുള്ള യാത്രക്കാർക്ക് ഈ നിരക്കിളവ് ഉണ്ടാകില്ല എന്നും ഓർമ്മപ്പെടുത്തുകയാണ്. പെരുന്നാൾ, സ്കൂൾ അവധിക്ക് നാട്ടിൽ പോകുന്നവർക്ക് ഈ ഓഫർ പ്രയോജനപ്പെടുത്താമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. അതേസമയം സീസൺ ആയതിനാൽ തന്നെ വിമാന കമ്പനികൾ പലതും ഉയർന്ന നിരക്കാണ് മസ്കറ്റിൽ നിന്ന് കേരളത്തിലേക്ക് ഈടാക്കുന്നത് എന്ന റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. സീസൺ ആയതുകൊണ്ട് തന്നെ ഫുൾ ലോഡുമായിട്ടായിരിക്കും ഇത്തരത്തിലുള്ള വിമാനങ്ങളൊക്കെ പറക്കുക എന്നത് യാഥാർത്ഥ്യമാണ്. എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് പറയേണ്ടതുണ്ട്. അതിനാൽ തന്നെ അധിക ലോഡ് വരുമ്പോൾ ഇത്തരം ബാഗേജ് ഓഫറുകൾ ഒഴിവാക്കാനുള്ള സാധ്യതയും ട്രാവൽ മേഖലയിലുള്ളവർ പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നൊരു സാഹചര്യം കൂടെയാണിത്. സുരക്ഷ മുൻനിർത്തിക്കൊണ്ട് തന്നെയായിരിക്കണം ഇത്തരത്തിലുള്ള ഓഫറുകളൊക്കെ സ്വീകരിക്കേണ്ടത് എന്നത് ഓർമ്മപ്പെടുത്തുകയാണ്. ഈ വിമാനയാത്രക്കാർക്ക് മാത്രമല്ല, അതുപോലെ തന്നെ ജീവനക്കാർക്കും ഏറെ ആശ്വാസകരമാകുന്ന മറ്റൊരു റിപ്പോർട്ട് കൂടെ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നുണ്ട്. അതായത് ജീവനക്കാരുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ ഒരുങ്ങുകയാണ് UAE-യിലെ ദേശീയ വിമാന കമ്പനിയായിട്ടുള്ള ഇത്തിഹാദ് എയർവേസ് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. 2025 അവസാനത്തോടെ 1500 ജീവനക്കാരെ കൂടി ഇത്തിഹാദ് എയർവേസ് റിക്രൂട്ട്മെന്റ് ചെയ്യാൻ പോകുന്നു എന്നതാണ് പുറത്തുവിട്ടിരിക്കുന്ന വിവരം. ഈ വർഷം തുടക്കത്തിൽ 1685 ജീവനക്കാരെ കമ്പനി പുതിയതായി നിയമിച്ചിരുന്നതായിട്ട് എയർലൈൻ്റെ ചീഫ് ഹ്യൂമൻ റിസോഴ്സ് ആൻഡ് ഓർഗനൈസേഷൻ ഡെവലപ്മെന്റ് ആൻഡ് അസ്ലറ്റ് മാനേജ്മെന്റ് ഓഫീസർ ഡോക്ടർ നദിയ ബസ്തഗി വെളിപ്പെടുത്തിയിരുന്നു. നിലവിൽ ഇത്തിഹാദ് എയർവേസിൽ 12,000 ജീവനക്കാരാണ് ജോലി ചെയ്തു വരുന്നതെന്നാണ് വിവരം. 2030ഓടെ ഇത് ഇരട്ടിയാക്കാനാണ് എയർലൈൻ പദ്ധതിയിടുന്നത് എന്നും അവർ അറിയിച്ചിട്ടുണ്ട്. പൈലറ്റ്, ക്യാബിൻ ക്രൂ, എഞ്ചിനീയർമാർ എന്നിങ്ങനെ പ്രധാനപ്പെട്ട റോളുകളിലാണ് കൂടുതലായിട്ടും ആളുകൾ വേണ്ടിവരിക എന്നും ഡോക്ടർ ബസ്തഗി വ്യക്തമാക്കുന്നു. കഴിഞ്ഞ 3 വർഷത്തിൽ 4000-ലേറെ ജീവനക്കാരെ പുതിയതായി നിയമിച്ചിട്ടുണ്ട് എന്നും അവർ ഓർമ്മപ്പെടുത്തി. നിലവിൽ 147 രാജ്യക്കാരാണ് എയർലൈന് കീഴിൽ പ്രവർത്തിച്ചിരുന്നത്. നിലവിലെ ജീവനക്കാരുടെ എണ്ണം ഇരട്ടിയാക്കുമെന്നും കൂടുതൽ വിമാനങ്ങൾ സർവീസ് തുടങ്ങുമെന്നും ബസ്തഗി വ്യക്തമാക്കിയിട്ടുണ്ട്.